ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെഫ് മണിക്കർ 4 റെസ്റ്റോറൻറ്റ് അജ്മാൻ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ ഫുഡ് ഹാൻഡിലേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാനമായിട്ടുള്ള ചില നമ്മുടെ വിവരങ്ങളാണ്. അത് ഒരു പക്ഷേ മിസ്റ്റേക്ക് ഉണ്ടാകും നിങ്ങൾ സദയം ക്ഷമിക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസിൽ ധാരാളം വിഷാംശമുണ്ട്. ആ വിഷാംശങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ മഞ്ഞപ്പൊടിയും വാളമ്പുളിയിട്ട ഒരു വെള്ളത്തിൽ ആ മിശ്രിതത്തിൽ മുക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നമ്മുടെ മുട്ടയായാലും അത് എപ്പോഴും വാഷ് ചെയ്ത് എടുത്ത് വയ്ക്കുന്ന നമ്മുടെ ചില്ലർ 4 to 5 ഡിഗ്രി ഉണ്ടാവണം. അതുപോലെ ഫ്രോസൺ ഐറ്റംസ് വയ്ക്കുന്ന നമ്മുടെ ഫ്രീസർ -18 ഡിഗ്രി ഉണ്ടാവണം. അല്ലെങ്കിൽ അതിൻ്റെ ബാക്ടീരിയ കയറാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ മറ്റു കാര്യം, നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന ഫുഡ് ബാലൻസ് വരുവാണെങ്കിൽ അത് ഒരു 4 മണിക്കൂറിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തണുപ്പിച്ചിട്ട് നമ്മുടെ ചില്ലറിനകത്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ ബാക്ടീരിയ കയറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തിട്ട സാധനം പുറത്തുനിന്ന് നമ്മുടെ ഐസ് പോകാൻ വെക്കുന്ന സാധനം അത് റീയൂസ് ചെയ്യരുത്. അത് റീയൂസ് ചെയ്താൽ വീണ്ടും എടുത്ത് നമ്മുടെ ഫ്രീസറിൽ വെക്കൽ അതിനകത്ത് ബാക്ടീരിയ കയറും, ഉറപ്പാണ്. പിന്നെ ചിക്കനും ഫിഷും ബീഫും എല്ലാം സെപ്പറേറ്റ് എപ്പോഴും വയ്ക്കാവുള്ളൂ. ഓരോരോ ഐറ്റംസും നമ്മുടെ ഫ്രീസറിൽ വയ്ക്കും സെപ്പറേറ്റ് കവർ ചെയ്തേ വയ്ക്കാവുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്ത ഈ എളിയ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നവരെ വണക്കം.